വെൽക്കം ടു ആർട്ട് ക്ലാബ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോക്സ് ഫ്ലവർ ആണ്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലവർ ആട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി ഞെക്കിയാൽ നമുക്ക് ഇനിയുള്ള വീഡിയോസ് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് നമുക്ക് 2 കളർ സോക്സ് ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കമ്പിയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനുള്ള ബീഡ്സ്, ദെൻ ഗ്രീൻ ടേപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പറയുന്നത് ലീവ്സാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാട്ടോ ഇതൊക്കെ ലീവ്സ്. പിന്നെ നമുക്ക് ത്രെഡ്, നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത്തരം സാധനങ്ങളാണ് ഞാൻ വീഡിയോയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പി എടുക്കുക. കമ്പി എടുത്തിട്ട് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് വളച്ചെടുക്കണം. അത് നമ്മളൊരു ഊഹം വെച്ചിട്ട് വളച്ചാൽ മതി. ഒരു പെറ്റൽ ഷേപ്പ് കിട്ടിയാൽ മതി നമുക്ക്. നമ്മളങ്ങനെ ഓരോന്ന് വളച്ചിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ബോട്ടിലിൻ്റെ അതിൽ ചെറിയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ചുറ്റെടുത്തിട്ട് നമുക്കൊരു ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താലും മതി. നമുക്ക് 5 പെറ്റലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അങ്ങനെ 5 പെറ്റൽ നമ്മൾ എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് ശരിയാക്കിയെടുക്കാം. കറക്റ്റ് ഷേപ്പ് നമ്മൾ പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഓരോ പെറ്റലായിട്ട് നമ്മൾ അടർത്തി മാറ്റുക. അത് നമ്മളെല്ലാം കൂടി ഒപ്പാണല്ലോ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറ്റി വെച്ചിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ നോക്കുക. കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ പെറ്റലൊക്കെ നല്ല ഭംഗിയിലാക്കി നമുക്ക് കാണുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ പോലെ തോന്നിക്കുന്ന ഷേപ്പിൽ നമ്മളാക്കിയെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ അറ്റം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം. നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു 5 പത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ എടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ ബീഡ്സില്ലേ, ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള കളർ അവൈലബിൾ ആട്ടോ. ആ വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് ജസ്റ്റ് 2 അറ്റത്തുണ്ടാവും ബീഡ്. അപ്പം ഞാനൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വയ്ക്കാം. സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കി ഒന്ന് ഇത്തിരി പൊക്കി വെക്കണം, എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ട് അതൊന്ന് ചുറ്റാം. അത് നമ്മൾ അവിടെ നിന്ന് പോരാതിരിക്കണം, നല്ല ടൈറ്റായിട്ട് ചുറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോരും. അങ്ങനെ നമ്മൾ അത് വെച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ സോക്സ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാം. അതിൻ്റെ ഒരു ഹോളായിട്ടുണ്ടാവും, നമ്മൾ സോക്സ് ഒക്കെ കണ്ടില്ല അതേപോലെ തന്നെ ആയിരിക്കും ഇതും ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മളൊരു പെറ്റലെടുത്തിട്ട് ആ പെറ്റലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരറ്റം നമ്മൾ കൈ കൊണ്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് മറ്റേതുകൊണ്ട് ജസ്റ്റ് കവർ ചെയ്തിട്ട് അടിയിൽ നിന്നൊന്ന് വലിക്കാം, ഒന്ന് ടൈറ്റാക്കുക. അത് നല്ല ടൈറ്റായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് പിന്നെ ഒന്ന് ചുറ്റിയിട്ട് അത് ടൈറ്റാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഓരോന്ന് നമ്മൾ സോക്സിൻ്റെ ഇതിടണം, പിന്നെ അതേപോലെ തന്നെ ടൈറ്റാക്കണം. അങ്ങനെ ചെയ്യാം, ത്രെഡ് വെച്ച് ടൈറ്റാക്കുക. നമുക്ക് പെറ്റലൊക്കെ ജസ്റ്റ് ഒന്ന് ഇത്തിരി നീക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പെറ്റൽ നമ്മളെല്ലാം കൂടി അടുപ്പിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് സോക്സ് ഇട്ട് കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് അടർത്തി വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
നമ്മൾ 5 പെറ്റലിൻ്റെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ത്രെഡ് വെച്ചിട്ട് കെട്ടണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അഴിഞ്ഞു പോരുകയെങ്ങാനും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റായിട്ട് കെട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് പോരില്ല. പിന്നെ നമ്മൾ ഇനി അതിൽ ബാക്കി വന്നിരിക്കുന്ന ആ സോക്സ് നമ്മൾ കത്രിക വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ ബാക്കിയുള്ള ആ ഒരു ഇതില്ലേ അതും നമ്മൾ ത്രെഡ് വെച്ച് നല്ല ടൈറ്റായിട്ട് ഒന്ന് ചെയ്താൽ ആ പോർഷൻ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഒന്നും കൂടി അവിടെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റാക്കിയിട്ട് കിട്ടുക. ടൈറ്റാക്കിയതിന് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ പെറ്റിലൊക്കെ ഡിസോർഡറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് തിരിച്ച് നല്ല ഷേപ്പിലാക്കി നല്ല വൃത്തിയിലാക്കി കൊണ്ടുവന്നിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്ത് സെൻറ്ററിലെ ബീഡ്സൊക്കെ ഒന്ന് ശരിയാക്കി നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് സെറ്റാക്കുക. ദെൻ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളുടെ ഗ്രീൻ ടേപ്പ് ഉണ്ടായിരുന്നില്ലേ, ആ ഗ്രീൻ ടേപ്പ് നമ്മൾ അതിൻ്റെ അടിയിലൊന്ന് ചുറ്റി കൊടുക്കുക. അതായത് നമ്മൾ കമ്പ് കണ്ടിട്ടില്ലേ, അതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കുക. ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് നമ്മൾ അതിൻ്റെ ചുറ്റും ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ചുറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് ലൂസായിട്ട് പോരും. അപ്പോൾ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ചുറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ ലീഫില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ലീഫ് നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനൊരു കമ്പി ഉണ്ടാവും, ആ കമ്പി ജസ്റ്റ് അതൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ അതവിടെ നന്നായിട്ട് നിൽക്കും. നമ്മളങ്ങനെ ലീഫ് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ബെൻഡ് നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി നമുക്കൊരു ഫ്ലവർ കിട്ടി. ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടി. ഞാനിപ്പോൾ അതിൻ്റെ പീസും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒരു 5-10 ഉണ്ടാക്കിയിട്ട് നല്ല ബഞ്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.